നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ഒരു പുതിയ പ്രോഗ്രാം ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വേദനിക്കുന്ന ഹൃദയങ്ങളിലേക്ക് സാന്ത്വനത്തിൻ്റെ സംഗീതവുമായി എത്തുന്ന ശമരിയൻ്റെ യാത്ര ഇന്നെത്തിച്ചേർന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പുറ വിയാനി ഇടവകാംഗമായ ജേക്കബ് കെഎഫിൻ്റെ ഭവനത്തിലാണ്. ഞാൻ താമസിക്കുന്ന വീടാണ് ഈ കാണുന്നത്. എൻ്റെ സ്ഥലം പുന്നപ്പുറയാണ്. എനിക്ക് 2 മക്കളും ഒരു ഭാര്യയുണ്ട്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. മത്സ്യബന്ധനത്തിൽ പോയി കിട്ടുന്ന ഉപജീവനമാണ് ഞങ്ങൾ കഴിയുന്നത്. പിള്ളേരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ കുറഞ്ഞ രീതിയിലൊക്കെ പഠിച്ച്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മയ്ക്ക് മാനസികമായിട്ടുള്ള അസുഖം വന്നാണ്. ഡൽഹി വെച്ച് അവിടെ വർക്കിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്തോ ഇതായി. എന്നിട്ട് അമ്മ തിരിച്ചു പോന്നു. ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ നിന്നാണ് വളർന്നത്. പിന്നെ ഭക്ഷണമൊക്കെ ചിറ്റപ്പന്മാരും അങ്കിൾമാരൊക്കെയാണ് ഞങ്ങൾക്ക് വെച്ച് തന്നിട്ടിരുന്നത്. പിന്നെ ഞങ്ങൾ അപ്പം നോക്കിക്കൊണ്ടിരുന്ന അപ്പായാണ്. ഇവരുടെ ജീവിതത്തിൽ അമ്മ കൂടെ ഉണ്ടായിട്ടും ആ മാതൃസ്നേഹത്തിൻ്റെ വാത്സല്യവും സംരക്ഷണവും എന്തെന്ന് രുചിച്ചറിയാൻ ഭാഗ്യം കിട്ടാത്ത ഈ മക്കളിൽ മൂത്ത മകൻ 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി ദൈവവിളി സ്വീകരിക്കാൻ സെമിനാരിയിൽ ചേരുകയായിരുന്നു. ക്രിസ്റ്റി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരിയിൽ ചേർന്നിരുന്നു. പക്ഷെ സെമിനാരിയിൽ പഠിത്തം തുടരാൻ കഴിയാതെ മാനസികമായ ടെൻഷൻ മൂലം സെമിനാരിയിൽ പഠിത്തം തുടരാൻ കഴിയാഞ്ഞതുകൊണ്ട് തിരിച്ചു പോന്നതാണ്. തിരിച്ചു പോന്നിട്ട് ഇവിടെ വന്ന് പള്ളിയുമായിട്ട് ഒരുപാട് അടുത്തൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പള്ളിയിൽ വന്ന് പാട്ടുപാടുകയും ഓർഗൻ വായിക്കുകയും സൺഡേ സ്കൂളിലെ കുട്ടികൾക്ക് പാട്ട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എല്ലാ ഞായറാഴ്ചയും കുട്ടികളുടെ കുർബാനയ്ക്ക് ക്രിസ്റ്റിയാണ് വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ചു കാലമായിട്ട് പള്ളിയിലൊക്കെ വരുന്നില്ല. കാരണം മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മാനസിക അസ്വസ്ഥത ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാതിരിക്കും. ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിന്ദുവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോട് പങ്കുവച്ചു. മാറോടെന്നെ ചേർത്തണച്ചു. എന്തോരാനന്ദം. ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിന്ദുവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. സെമിനാരിയിൽ നിന്നുണ്ടായ ആ തിരിച്ചുവരവ് ഈ കുടുംബത്തിന് മേലേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കരകയറും മുമ്പായിരുന്നു അടുത്ത ദുരന്തം ഈ കുടുംബത്തിൻ്റെ നാഥനായ ജേക്കബിനെ പിടികൂടിയത്. ചേട്ടനും കൂടെ തിരിച്ചു പോകുന്നപ്പോൾ അപ്പയൊക്കെ ആകെ തളർന്നു പോയായിരുന്നു. എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യവും ചേട്ടൻ്റെ കാര്യവും അമ്മയുടെ മരുന്നിൻ്റെ കാര്യവും എല്ലാം നോക്കിക്കൊണ്ടിരുന്ന അപ്പായായിരുന്നു. പെട്ടെന്നൊരു ദിവസം അപ്പായ്ക്ക് ഇതുപോലെ നടുവിന് വേദന വന്നു. വേദന ഒന്ന് കൊണ്ടേ കാണിച്ചു. കാലിനും മൊത്തവും നീരായിരുന്നു. നീരുകൊണ്ടായിരുന്നു. നല്ല വേദനയായിരുന്നു.
അപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ മരുന്ന് തന്നിട്ട് അവർ പറഞ്ഞ് വേറെ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് മരുന്ന് കഴിച്ചിട്ടൊന്നും മാറിയില്ല. പിന്നെയും കൊണ്ട് കാണിച്ചു, അപ്പോഴും മരുന്ന് തന്നു, എന്നിട്ടും മാറിയില്ല. പിന്നെ ഞങ്ങൾ ആയുർവേദത്തിൽ കാണിച്ചപ്പോൾ അവർ തിരുമ്മിയൊക്കെ ചെയ്തു. പിന്നെ മരുന്നൊക്കെ തന്നു, കിഴിയൊക്കെ കെട്ടി മൊത്തം തിരുമ്മി, എന്നിട്ടും മാറിയില്ല. അപ്പോൾ പിന്നെ ഭയങ്കര വേദന കൂടി ഈ കാലിൻ്റെ തള്ളവിരൽ പൊട്ടാൻ തുടങ്ങി. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു വെള്ളം വരാനൊക്കെ തുടങ്ങി. അസഹനീയമായ വേദന ജേക്കബിനെ തളർത്തിയപ്പോഴും ഈ കുടുംബത്തിൻ്റെ ഏതൊരാവശ്യത്തിനും ഓടിയെത്തുന്നത് സുമനസ്സുകാരായ അയൽവാസികളാണ്. ഈ അണ്ണൻ വേദന എണീറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കാല് മുടന്തിയാണ് വരുന്നത്. ഇപ്പം ഞാൻ ചോദിക്കും എന്താണെന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ വേദനയാണ് പറയുന്നത്. ഈ വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ആളിന് ഉറക്കമില്ല. കട്ടിലെ രാവും പകലും ഞങ്ങൾ നോക്കുമ്പോൾ കുത്തി ഇരിപ്പിങ്ങനെ ഇരിക്കുക. കട്ടിലേലിട്ട് കൈയിട്ടടിക്കുകയും കാലിട്ടടിക്കുകയും ഒക്കെ ചെയ്യുക. എന്നിട്ട് ഞങ്ങൾ ഈ കാല് പഴുക്കുന്ന കണ്ടുകൊണ്ട് മരുന്നൊഴിച്ചൊക്കെ കഴുകി മരുന്നും ചെയ്ത് കുഴമ്പും തേച്ച് വെച്ച് നടന്നു. എന്നിട്ട് ഒരു രക്ഷയും കാണുന്നില്ല. ഞങ്ങൾ തന്നെ പറഞ്ഞാൽ എന്തെങ്കിലും കൊണ്ട് ചികിത്സിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പറമ്പിൽ കുറച്ച് മരങ്ങൾ നിന്ന് അതൊക്കെ ഞങ്ങൾ വിറ്റിട്ട് തിരുവല്ലായി കൊണ്ടുപോയത്. 6 മാസമായി തൻ്റെ രോഗം എന്തെന്നറിയാതെ വേദന ഒരു സന്തത സഹചാരിയായി മാറിയ ജേക്കബിൻ്റെ ഈ അവസ്ഥയ്ക്ക് അല്പം അയവ് ലഭിച്ചത് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ സജി ജോസഫ് വഴിയാണ്. 59 വയസ്സുള്ള KF ജേക്കബ് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പരമേശ്വരൻ റെഫർ ചെയ്തിട്ടാണ് എൻ്റെ അടുക്കൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന ബുദ്ധിമുട്ട് നടക്കുമ്പോൾ കാലിന് വേദനയും കട്ടുകഴപ്പും. ഏകദേശം കുറച്ച് വർഷങ്ങളായി, പക്ഷെ അത് കൂടി വരികയായിരുന്നു. അദ്ദേഹത്തിന് ഞരമ്പിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചാണ് ന്യൂറോളജിസ്റ്റിനെ വൈക്കത്ത് പോയി കണ്ടത്. ഡോക്ടർ പരമേശ്വരൻ എല്ലാ പരിശോധനകൾക്കും ശേഷം ന്യൂറോളജിക്കലായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും കാലിലോട്ട് രക്തോട്ടക്കുറവുണ്ടെന്നും പറഞ്ഞ് കാലിൽ ഒരു ആൻജിയോഗ്രാം ചെയ്തിട്ട് ആ ബ്ലോക്ക് മാറ്റുവാൻ വേണ്ടിയാണ് അദ്ദേഹം എൻ്റെ അടുക്കിലേക്ക് റെഫർ ചെയ്യപ്പെട്ടത്. KF ജേക്കബിനെ പരിശോധിച്ച ശേഷം ഒരു ഡോപ്ലർ സ്റ്റഡി ഞാൻ ചെയ്തു നോക്കി. ആദ്യം ഡോപ്ലർ പരിശോധനയിൽ കാണാൻ സാധിച്ചത് കാലിലെ മസിലിലോട്ട് സപ്ലൈ ചെയ്യുന്ന സൂപ്പർഫിഷ്യൽ ഫെമറൽ ആർട്ടറി എന്ന് പറയുന്ന രക്തക്കുഴൽ ഏകദേശം അതിൻ്റെ തുടക്കത്തിൽ തന്നെ അടയുന്ന രീതിയിലും അതിന് താഴോട്ട് രക്തോട്ടക്കുറവ് വളരെ രക്തോട്ടം ഏകദേശം നിലച്ച രീതിയിലുമാണ് ഞാൻ കണ്ടത്. പിന്നീട് കണ്ടത് പാദത്തിൻ്റെ ഭാഗത്തുള്ള രക്തോട്ടവും ഉള്ള പൾസുകളെല്ലാം കുറവായിരുന്നു. അദ്ദേഹത്തെ ഒരു പെരിഫറൽ ആൻജിയോഗ്രാം എന്ന പരിശോധനയ്ക്ക് ഞാൻ വിധേയനാക്കി. ആ പരിശോധനയിൽ തെളിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രധാന 2 രക്തക്കുഴലുകളിൽ ഒന്നായ സൂപ്പർഫിഷ്യൽ ഫെമറൽ ആർട്ടറി എന്ന് പറയുന്ന കാലിൻ്റെ തുടഭാഗത്തും താഴ്ഭാഗത്തോട്ടും കൊടുക്കേണ്ട സപ്ലൈ ചെയ്യുന്ന ആ പ്രധാന രക്തക്കുഴൽ 100% അടഞ്ഞിരിക്കുന്നതായിട്ടും തുടയിലെ മസിലുകൾക്ക് സപ്ലൈ ചെയ്യുന്ന പ്രൊഫണ്ട ഫീമറിസ് എന്ന രക്തക്കുഴലിന് ഏകദേശം 80-90% ബ്ലോക്ക് ഉള്ളതായും കാണപ്പെട്ടു. ഇത്തരം രോഗങ്ങൾക്കുള്ള ഫലപ്രദമായ ചികിത്സ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ മാത്രമാണെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുമ്പോൾ 4 ലക്ഷം രൂപയാണ് രോഗത്താൽ തകർന്ന ഈ നിർധന കുടുംബം കണ്ടെത്തേണ്ടത്. ഇങ്ങനെയുള്ള ഒരവസരത്തിൽ ഇതിന് സാധാരണ 2 ചികിത്സാ രീതികളാണുള്ളത്. ഒന്ന്, പറ്റുമെങ്കിൽ ഈ രക്തക്കുഴൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് തുറക്കുക എന്നുള്ളൊരു ദൗത്യം.
രണ്ടാമത് മറ്റേ രക്തക്കുഴലിന് ബ്ലോക്ക് മാറ്റുക എന്നുള്ളത്. കാരണം ഇതൊരു വൈ ഷേപ്പായിട്ടുള്ള ഒരു ബ്ലോക്കായിരുന്നു. ഏകദേശം തുടഭാഗത്തുനിന്ന് ഏകദേശം പൂർണ്ണമായിട്ടും രക്തക്കുഴൽ അടഞ്ഞിരിക്കുകയും കാൽസ്യം അടിഞ്ഞിട്ടുള്ള വളരെ കട്ടിയായ ഒരു ബ്ലോക്കുമായിരുന്നു. പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സർജറി ആണ്. അത് വളരെ പ്രധാന രക്തക്കുഴലായ അയോർട്ടയുടെ അവിടെ നിന്ന് തുടങ്ങി കാലിൻ്റെ പോപ്ലിറ്റിയൽ ആർട്ടറി എന്ന് പറഞ്ഞ് മുട്ടിന് താഴെയുള്ള രക്തക്കുഴലിൽ കൊണ്ടുപോയി കണക്റ്റ് ചെയ്യുന്ന ഒരു സർജറിയാണ്. സർജറിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ഇട്ടിരിക്കുന്ന ഗ്രാഫ്റ്റ് 6 മാസത്തിന് ശേഷം അടയുന്നതായിട്ട് വളരെയധികം കേസുകളിൽ കാണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തുടയിലോട്ട് മസിലുകൾക്ക് സപ്ലൈ ചെയ്യുന്ന പ്രൊഫണ്ട ഫീമറിസ് എന്ന രക്തക്കുഴലിന് ഗ്രാഫ്റ്റ് ഇടുവാനും പറ്റാത്ത ഒരവസ്ഥയാണ്. ഇങ്ങനെയുള്ളപ്പോൾ അഥെറക്ടമി എന്ന് പറഞ്ഞ് പുതിയൊരു ചികിത്സാ രീതി ഉണ്ട്. അത് വെച്ച് ആ ബ്ലോക്ക് പരമാവധി ഏകദേശം അഥെറക്ടമി എന്ന് പറഞ്ഞാൽ ഡ്രില്ല് ചെയ്ത് പോയി കഴിഞ്ഞ് ആ ബ്ലോക്കിൻ്റെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ വലിച്ചു കളഞ്ഞ് അതിനുശേഷം അവിടെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് ബ്ലോക്ക് മാറ്റുന്ന ഒരു അതിനൂതനമായ ഒരു ചികിത്സാ രീതിയാണ്. അത് കേരളത്തിൽ അത് നിലവിൽ വന്നിട്ടില്ല. ഞാൻ പഠിച്ച വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അത് ചികിത്സാ രീതി എൻ്റെ പ്രൊഫസർ ഡോക്ടർ ജോർജ് ജോസഫ് ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. അങ്ങനെ ഓൾറെഡി 1-2 പേഷ്യൻസിനെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ പേഷ്യൻസിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. കഴിഞ്ഞ 23 വർഷമായി തൻ്റെ ഭാര്യയുടെ സംരക്ഷണവും പരിചരണവും നിഷേധിക്കപ്പെട്ട് വേദനകൾ കടിച്ചമർത്തുന്ന ഈ സഹോദരൻ ഇനി എന്ത് എന്ന ചോദ്യത്തിനു മുമ്പിൽ തലകുനിക്കുകയാണ്. ചുറ്റുപാടിലുള്ള എല്ലാവർക്കും സമ്മതയായ ഒരു ഭാര്യയാണ് ഈ ലിസി എന്ന് പറയുന്ന സ്ത്രീ. എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. പക്ഷേ മാനസിക നില എന്താണ് ഇങ്ങനെ ആയിപ്പോയതെന്ന് നമുക്കാർക്കും പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഗുളിക കഴിക്കുന്നുണ്ടെന്ന് പറയുന്നു. വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പുള്ളി ചെയ്യും. പക്ഷെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. നല്ലവണ്ണം പാചകം ചെയ്ത് അവരെ നോക്കാനുള്ള ഒരു ഇതിൽ വരുന്നില്ല പുള്ളിക്കാരി. അവളെ കൂടെ ഒന്ന് ചികിത്സിച്ച് ഭേദമാക്കിയാൽ നമ്മളുടെ ഈ കുടുംബം ആദ്യം ഭാര്യയ്ക്ക് കൊടുക്കണമെന്നാണ് കൂടുതലും എനിക്ക് തോന്നുന്നത്. ഈ കുടുംബത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഈ മനുഷ്യനെ കൊണ്ടുവന്നാൽ നോക്കേണ്ട ചുമതല ഭാര്യയ്ക്ക് അല്ലെ മൂത്ത മകന്. പിന്നെ ഈ കൊച്ചുമകന് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 പേരെയും നോക്കേണ്ട ചുമതല ആ കൊച്ചുമകനെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ അയൽവാസികളാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും കുറഞ്ഞ നിലക്കല്ലേ വന്ന് പോയി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നത് ഈ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളെല്ലാവരും മുൻകൈ എടുത്ത് ഈ കുടുംബത്തെ രക്ഷിക്കണമെന്ന് മാത്രം പറയുന്നു. ഒരു ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന ഇളയ മകൻ ദീപക്കിനെ ആശ്രയിച്ചാണ് ജീവിത കഷ്ടതകൾ നാശം വിതച്ച ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇങ്ങനെ ഒട്ടും പ്രതീക്ഷയില്ല. കാരണം അപ്പൻ്റെ തുണയിലാണ് ഇപ്പോൾ ഇത്ര നാൾ ഞങ്ങൾ വളർന്നത്. കാരണം എൻ്റെ പഠിത്തം എനിക്ക് ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. എൻ്റെ പഠിത്തമെല്ലാം നിന്ന് ഇപ്പോൾ ഏക ആശ്രയം ഞാനാണ്. എന്നെക്കൊണ്ടിപ്പോൾ ഈ ഓപ്പറേഷനുള്ള കാശ് ഉടനെ ഒന്നും ഒപ്പിക്കാനായിട്ടൊന്നും പറ്റത്തില്ല, ഒരിക്കലും സാധിക്കില്ല. കാരണം നമ്മൾ ആരോട് ചോദിക്കാനാണ് ഇത് കാരണം ഞാൻ കൊണ്ടുവരുന്ന കാശ് വീട്ടിൽ തന്നെ തീർന്നു പോകും, മരുന്നിന് പോലും തികയുന്നില്ല. അപ്പോൾ ഇത്രയും പൈസ എനിക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ജേക്കബിന്റെ ചികിത്സാർത്ഥം ഇടവക വികാരിയുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും പിന്തുണയോടെ നല്ലവരായ നാട്ടുകാർ ചേർന്ന് ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടും ഓപ്പറേഷനുള്ള തുക സ്വരൂപിക്കാൻ
ഈ തീരദേശ നിവാസികൾക്കായില്ല. ഞങ്ങൾ അദ്ദേഹം രോഗമാണെന്നറിഞ്ഞ് ഞങ്ങൾ പഞ്ചായത്തും ഞങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛനും വന്ന് കാണുകയും ഒരു ചികിത്സാ നിധി ഞങ്ങൾ രൂപീകരിക്കാനായിട്ട് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഞങ്ങൾ ചികിത്സാ സഹായത്തിനായിട്ട് വാർഡുകൾ തോറും ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തെ ചികിത്സിക്കാനുള്ള പണം സ്വരൂപിക്കാനോ, കാരണം ഇപ്പോൾ ദാരിദ്ര്യ മേഖലയാണ്, ദാരിദ്ര്യമാണ് ഇപ്പോൾ ഈ നാട്ടിൽ ഇപ്പോൾ ഉള്ളത്. അത് കാരണം ഞങ്ങൾക്ക് ഉദ്ദേശിച്ച തുക സംഭരിക്കാൻ സാധിച്ചിട്ടില്ല. എന്തെങ്കിലും കാരണത്താൽ ഡോക്ടർ നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ ജേക്കബിൻ്റെ സർജറി നടക്കാതെ വന്നാൽ നഷ്ടമാകുന്നത് ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് നടന്നെടുക്കേണ്ട ഇദ്ദേഹത്തിൻ്റെ കാലുകളിൽ ഒന്നാണ്. മരുന്നുകൊണ്ട് ഈ ബ്ലോക്ക് മാറ്റുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും ഈ ബ്ലോക്ക് മുന്നോട്ട് പോവുകയും വേദന അസഹ്യമാവുകയും കാലിലോട്ടുള്ള രക്തോട്ടം വളരെയധികം കുറയുകയും പാദം തൊട്ടുള്ള മസിലുകളെ ആദ്യം ബാധിക്കുകയും പതുക്കെ പതുക്കെ എല്ലാ മസിലുകളെയും മുകളിലോട്ട് കയറി വന്ന് പതുക്കെ എല്ലാ മസിലുകളെയും ബാധിക്കുകയും അവസാനം ഗാംഗ്രീൻ എന്ന ഒരു അവസ്ഥയിൽ എത്തുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചികിത്സയുമില്ല. കാലിൻ്റെ ആ കാല് തന്നെ മുറിച്ചു മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അവിടം കൊണ്ട് പോലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ചിലപ്പോൾ പരിഹരിക്കപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഈ കാല് എങ്ങനെയും സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചികിത്സാ രീതി അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. നൊമ്പരം തളം കെട്ടി നിൽക്കുന്ന ഈ കുടുംബത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ കാണാൻ സാധിക്കുക പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന ഒരമ്മയെയും ഒന്നും മിണ്ടാതെ ദിവസങ്ങൾ തള്ളി നീക്കുന്ന മൂത്ത മകൻ ക്രിസ്റ്റിയെയും വേദനയാൽ പുളയുന്ന പിതാവിനെ, ഇതെല്ലാം നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട 21-കാരനായ ഇളയ മകൻ ദീപക്കിനെയുമാണ്. അമ്മ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നമുക്ക് വയ്യാതിരിക്കുകയാണെങ്കിലും അമ്മ തന്നെ ചോറും കറിയെല്ലാം വെക്കുന്ന അമ്മ തന്നെയാണ്. പക്ഷെ അമ്മയ്ക്കറിയില്ല എന്തോ വെക്കുന്നതെന്നോ എന്തോ ചെയ്യുന്നതെന്നോ ഒരിതില്ല. എന്നാലും എങ്ങനെയൊക്കെ ചോറും കറിയൊക്കെ വെക്കും. രുചിയൊന്നും കാണത്തൊന്നുമില്ല. എന്നാലും ഞങ്ങൾ രുചിയോടെ തന്നെ എല്ലാവരും കഴിക്കുന്നത്. കാരണം ഞങ്ങളത് ശീലിച്ചു പോയി. ഇപ്പം നല്ല രീതിയിൽ ശീലിച്ചു പോയി. പെട്ടെന്ന് തന്നെ പിന്നെ വേറൊരു കാര്യം, അപ്പൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വന്നതാണ് ഞങ്ങൾ ശരിക്കും തകർന്നു പോയത്. ചേട്ടൻ്റെ ചികിത്സ, അമ്മയുടെ ചികിത്സ, ഇപ്പം അപ്പനും കൂടെ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ആകെ തകർന്നിരിക്കുക. കരച്ചിൽ പോലും വരുന്നില്ല. കാരണം കരഞ്ഞ് പണ്ടേ കൊച്ചിലോട്ട് കരഞ്ഞ് ശീലിച്ചുകൊണ്ട് ഇപ്പോൾ കണ്ണീര് പോലും ഇല്ല. എന്ത് ചെയ്യണമെന്ന എങ്ങനെ ഇത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. കാരണം പറഞ്ഞു തരാനും കൂടെ നിൽക്കാനും ആരുമില്ല. അപ്പനുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പം കൂടെ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം മാറ്റിയെടുക്കാം. പക്ഷേ ഇത്രയും വലിയ തുകയും ഇതൊന്നും ഉടനെ ഇനി അമ്മയുടെ ചികിത്സ വേണം, ചേട്ടനെ നോക്കണം, പിന്നെ അച്ഛൻ്റെ ചികിത്സ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ 4 ലക്ഷം രൂപ ആവുമെന്നാണ് പറയുന്നത്. പിന്നെ അല്ലാതെ തന്നെ ഇനി അമ്മയുടെ കാര്യമോ വീട്ടുകാര്യമൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ എന്തോരം പൈസ വേണം. ഒന്നും എന്നെക്കൊണ്ട് മാത്രം താങ്ങാൻ പറ്റുന്നതല്ല. ഒന്നിനു പുറകെ ഒന്നായി 3 പേരും രോഗികളായ ഈ കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും വഹിക്കേണ്ടി വന്ന 21-കാരനായ ദീപകിനെ നമുക്കൊന്ന് സഹായിച്ചാൽ ഫലദായകമായി തീരുന്നത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ധ്യാനിക്കുന്ന ഈ നോമ്പുകാലവും ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഇനിയുള്ള ജീവിതവുമാണ്. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ അഗസ്റ്റിൻ വള്ളൂരാൻ VC, കെയർ ഓഫ്
ഡിവൈൻ വിഷൻ, മുരിങ്ങൂർ, പിൻ 680309, ചാലക്കുടി, സൗത്ത് ഇന്ത്യ. മൊബൈൽ 0944-773-1804. ഇമെയിൽ mail@goodnesstv.tv. ഗുഡ്നസ് ടി വിയിലെ ശമരയാൻ പ്രോഗ്രാമിലൂടെ വർക്കിച്ചേട്ടൻ്റെ രോഗാവസ്ഥയെ കാണുകയും ഈ രോഗാവസ്ഥയിൽ വർക്കിച്ചേട്ടനെ സഹായിക്കാനായിട്ട് സന്നദ്ധരായ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ഏറ്റവും നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മൾ ടെലിവിഷനിലൂടെ മനസ്സിലാക്കി വർക്കിച്ചേട്ടൻ്റെ രോഗം പാൻക്രിയാസിനെ ബാധിച്ചിരിക്കുന്ന രോഗമാണ്. വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു രോഗമാണ്. ഇദ്ദേഹം ഈ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അനേകം ആശുപത്രികളിൽ ആശ്രയിച്ചു. എന്നിട്ടും പൂർണ്ണമായിട്ടും രോഗം ഭേദമാകാത്ത ഒരവസ്ഥയിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നിരന്തരം ആൾക്കാർ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ രോഗസൗഖ്യത്തിന് വൈദ്യശാസ്ത്രത്തെ പൂർണ്ണമായും ആശ്രയിക്കുന്നു. വൈദ്യശാസ്ത്രത്തിന് സാധിക്കുന്ന വിധത്തിലുള്ള പൂർണ്ണമായ ഒരു സൗഖ്യ അനുഭവം വർക്കിച്ചേട്ടന് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കണം. വർക്കിച്ചേട്ടൻ്റെ രോഗാവസ്ഥയെ മനസ്സിലാക്കി അനേകം പ്രേക്ഷകർ വർക്കിച്ചേട്ടനെ സഹായിക്കാൻ സന്നദ്ധരായി. അനേകർ വർക്കിച്ചേട്ടനോട് കാണിച്ച ആ സ്നേഹത്തിനും സഹായത്തിനും പ്രത്യേകമായിട്ടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. എല്ലാവരുടെയും ആ സഹായത്തെ ചേർത്ത് വെച്ച് 2,70,70,000 രൂപയുടെ ചെക്ക് വർക്കിച്ചേട്ടന് ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. ഇത് ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് കൂടുതൽ ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം വൈദ്യശാസ്ത്രത്തിൻ്റെ മേഖലയിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ വർക്കിച്ചേട്ടന് പൂർണ്ണമായ ഒരു സൗഖ്യ അനുഭവത്തിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വർക്കിച്ചേട്ടൻ്റെ രോഗസൗഖ്യത്തിന് ആവശ്യമാണ്. അത് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ സമരയാൻ പ്രോഗ്രാമിലൂടെ ഇനിയും നമുക്ക് അനേകം രോഗികളെ, നിർധനരായിട്ടുള്ള രോഗികളെ, മറ്റാരും സഹായിക്കാനില്ലാത്ത രോഗികളെ സഹായിക്കുക എന്നുള്ളൊരു ദൗത്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. അതിനാൽ തുടർന്നുള്ള നാളുകളിലും അനേക രോഗികൾക്ക് ചികിത്സാ സഹായം നൽകാൻ തക്ക വിധത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാം കൂടുതൽ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ടും ആശംസിക്കുന്നു. വർക്കിച്ചേട്ടൻ്റെ ചികിത്സാ സഹായത്തിനായി സാമ്പത്തികമായ രീതിയിൽ തന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമുക്കെല്ലാവർക്കും വർക്കിച്ചേട്ടൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ വാഗ്ദാനങ്ങൾ ഞാൻ വർക്കിച്ചേട്ടന് നേരുകയാണ്. നല്ലവനായ ദൈവം വർക്കിച്ചേട്ടനെ പൂർണ്ണമായിട്ടും സുഖപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മൂന്നര കൊല്ലം മിച്ചമായി എൻ്റെ പാൻക്രിയാസിന് രോഗമായിട്ട് തളർന്ന് ഒരേ കിടപ്പിലായിരുന്നു. എൻ്റെ അവസ്ഥകൾ അറിഞ്ഞ് എന്നെ സഹായിക്കുവാൻ സന്മനസ് കാണിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഈ പാപിയും രോഗിയുമായി എനിക്ക് എന്നെ പോലെയുള്ള മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു.